Okay, listen here. Places around us that we discussed in our previous class are the places around us. The places near our house make our neighborhood. The places near our house is called our neighborhood, and let us learn about some places in our neighborhood are, we discuss about hospital, market and school, then post office. Hospital are the place when we go, we are feeling sick and we go to a hospital, a doctor gives us a checkup and he tells us what medicines to take. We are going to hospital when we are feeling very sick. അല്ലേ, നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എവിടെ പോവാ, ഹോസ്പിറ്റലിൽ പോവാറ് അല്ലേ. ദെൻ ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് ചെയ്യും, ദ ഡോക്ടർ ചെക്കപ്പ് അല്ലേ, ഡോക്ടർ നമ്മളെ ചെക്കപ്പ് ചെയ്യും. ദെൻ ഷീ ഓർ ഹി tells us what medicine to take അല്ലേ, ഏത് മരുന്നാണ് കഴിക്കേണ്ടത്, എന്താണ് അസുഖം, അസുഖത്തിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഡോക്ടർ പറയും അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. Then the nurse look after us if we have to stay in the hospital. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടെ വന്ന് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ തരുന്നത് ആരാണ്, നേഴ്സാണ് അല്ലേ. And in hospital there are doctor and nurse. And when we are going to hospital when we are feeling sick. Then next place is market. നമ്മൾ മാർക്കറ്റിൽ പോവാറുണ്ട് അല്ലേ, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ എവിടെ പോവാറുണ്ട്, മാർക്കറ്റിൽ പോവാറുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോവാ, മാർക്കറ്റിൽ പോവാറില്ലേ. Then every neighborhood has many shops. We buy things we need from the shops. Many shops together we called it market. എന്താണ്, നമ്മുടെ ഒക്കെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അടുത്ത പ്ലേസിൽ എന്താണ്, ഒരുപാട് കടകൾ ഉണ്ടാവും അല്ലേ. അതില് പലതരത്തിലുള്ള സാധനങ്ങളും വിൽക്കാറുണ്ട്. എല്ലാ കടയിലും സെയിം സാധനം തന്നെയാണോ കൊടുക്കാറ്, അല്ല അല്ലേ. ചില കടകളിൽ എന്താണ് വെജിറ്റബിൾസ് ആണ്, ചില ഷോപ്പിൽ ഫ്രൂട്ട്സ് ആണ്, ചിലയിടത്ത് ടെക്സ്റ്റൈൽസ് ആണ്, ചില സ്ഥലത്ത് എന്താണ് ജ്വല്ലറീസ് ആണ്. അങ്ങനെ ഒരുപാട് കടകളുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതിനെയാണ് എന്ത് നമ്മൾ മാർക്കറ്റ് എന്ന് പറയാറ് അല്ലേ. ഒരുപാട് കടകൾ ഉണ്ടാവും അവിടെ. ഒരു കട മാത്രം ഉള്ളതിന് നമ്മൾ എപ്പോഴും മാർക്കറ്റ് എന്ന് പറയാറുണ്ടോ? No, there are many shops together we call them market. Okay, then let us discuss in our previous class. So അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്, നമ്മൾ മുൻപേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇത് അല്ലേ. Then school, we know about everything to school. We learn many things at the school. We learn to read, write, do sums and draws. നമ്മൾ ഇതൊക്കെ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത് എന്തല്ലേ, വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനും ചിത്രം വരയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ നമ്മൾ എവിടുന്നാ പഠിക്കുന്നേ, from our school. Then to respect, obey and love others. We also studied about respect, obey and love others. മറ്റുള്ളവരെ സ്നേഹിക്കാനും അനുസരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടുന്നാണ്, നമ്മുടെ സ്കൂളിൽ നിന്നാണ് അല്ലേ. സ്കൂളിൽ വന്നിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇപ്പൊ നിങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് ഭയങ്കര കുസൃതിയൊക്കെ കളിക്കാറുണ്ടല്ലേ, അതെന്തുകൊണ്ടാണ്, സ്കൂളിൽ വരാത്തോണ്ടാണ് അല്ലേ. സ്കൂള് തുറന്നിട്ട് എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ എഴുതാനും വായിക്കാനും ഉള്ളത് മാത്രമാണോ പഠിക്കുക? No, we are also studied about the respect and obey and love others. Then good habits and good manners. We also studied about the good habits and good manners from our school. നമ്മൾ സ്കൂളിൽ നിന്നാണ് ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലേ. വായിക്കാനും എഴുതാനും പാട്ട് പാടാനും എല്ലാവരെയും അനുസരിക്കാനും അല്ലേ, നല്ല ശീലങ്ങളും നല്ല മര്യാദകളും ഒക്കെ നമ്മൾ എവിടുന്നാ പഠിക്കുക, from our school. Okay, then post office. We send and receive letters and parcels through the post office. The letters we put into the post box are taken to the post office. They are then sent to different places. We buy stamps, envelopes and postcards from a
പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ എല്ലാരും? ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ പോകേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ? ആദ്യം പോയിട്ടുണ്ടല്ലേ മോളെ? പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഗുഡ്. എന്താണ് പോസ്റ്റ് ഓഫീസിൽ മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ലെറ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസ്, ദെൻ എൻവലപ്സും പോസ്റ്റ് കാർഡ്സും ഒക്കെ വാങ്ങിക്കാൻ നമുക്ക് എവിടെ പോണായിരുന്നു? എപ്പോഴും എല്ലാവർക്കും പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? നമ്മൾ ആരുടെയെങ്കിലും വിവരമൊക്കെ അന്വേഷിക്കാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്താണ് ഫോൺ വിളിക്കും, മെസ്സേജ് ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരുടെ കാര്യങ്ങളും. ഇപ്പൊ ഒരുപാട് മെത്തേഡ് ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടി. പക്ഷെ കുറെ നാളുകൾ മുമ്പ് എന്താണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ എല്ലാവർക്കും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? ഇല്ലല്ലോ. വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഫോൺ എന്താണ് ലാൻഡ് ലൈൻ കണക്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഒരു വീട്ടില് 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും എന്താണ് ഫോൺ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമുക്ക് ആരുടെയെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് വിളിച്ച് അന്വേഷിക്കാം അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അന്വേഷിക്കുക? അപ്പൊ തന്നെ ഫോൺ വിളിക്കും അല്ലേ? പക്ഷെ പണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ ലെറ്റർ അയക്കേണ്ടി വന്നേനല്ലേ? എന്താണ് ഇന്ന് ക്ലാസ്സിൽ കയറാഞ്ഞത് എന്ന് ചോദിച്ചിട്ട് സ്കൂളിൽ നിന്ന് ലെറ്റർ അയക്കേണ്ടി വന്നേനെ നിങ്ങളുടെ വീട്ടിലേക്ക്. ദെൻ ആ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ പറയും ഇന്ന് പനി ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറിയില്ല, എന്താണ് നമ്മുടെ അങ്ങനെ പല റീസണും പറയേണ്ടി വരും അല്ലേ? പക്ഷെ ഇപ്പൊ എന്താണ് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്താണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കൊറോണ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും അല്ലേ? ഇപ്പൊ എല്ലാം അഡ്വാൻസ് ടെക്നോളജി ആണ്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ എന്താണ് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. സോ അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. ദെൻ we send and receive letters and parcels. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എന്തിനാണ് ലെറ്റേഴ്സിനും പോവും, ദെൻ സെൻഡ് ആൻഡ് റിസീവ് ലെറ്റേഴ്സ് ആൻഡ് പാഴ്സൽസ്. എന്തെങ്കിലും പാഴ്സൽസ് ഒക്കെ അയച്ചാലല്ലേ? മുമ്പൊക്കെ ആണെങ്കിൽ എന്താണ് എവിടെന്നെങ്കിലും ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ പാഴ്സലൊക്കെ തന്നു വിടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകണം? പോസ്റ്റ് ഓഫീസിൽ പോകണം അല്ലേ? ഇല്ലെങ്കിൽ പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെയാണ് നമ്മൾ മുമ്പേ ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് പോസ്റ്റ് ഓഫീസൊക്കെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ദെൻ the letters we put in the post box are taken to the post office. പോസ്റ്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടാവില്ല, പക്ഷെ എവിടെയെങ്കിലും എന്താണ് പോസ്റ്റ് ബോക്സ് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? ഒരു ചുവന്ന പെട്ടി, ഒരു വലിയ ചുവന്ന പെട്ടി കണ്ടിട്ടില്ല. സോ ഇപ്പോ വളരെ ചുരുക്കമാണ് അല്ലേ? എന്നാലും അപൂർവം നമ്മുടെ റൂറൽ ഏരിയയിൽ, നമ്മുടെ നാട്ടിലോട്ടൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ പോസ്റ്റ് ബോക്സ് വളരെ റെയർ ആയിട്ട് ഇപ്പൊ കാണാം. എല്ലാ സ്ഥലത്തൊന്നും ഇപ്പൊ എന്താണ് പോസ്റ്റ് ബോക്സ് ഇല്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും എന്താണ് പോസ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലാണ് നമ്മുടെ ലെറ്റേഴ്സും നോട്ടീസും ഒക്കെ ഇടുക. അവിടുന്ന് അത് പോസ്റ്റ്മാൻ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ദെൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എങ്ങോട്ടാണ് അത് അയക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ദെൻ വി ബൈ സ്റ്റാമ്പ്സ്, എൻവലപ്സ് ആൻഡ് പോസ്റ്റ് കാർഡ്സ് ഫ്രം എ പോസ്റ്റ് ഓഫീസ്. നമ്മൾ സ്റ്റാമ്പും കവറും പോസ്റ്റ് കാർഡും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എവിടെയാ പോകേണ്ടത്? പോസ്റ്റ് ഓഫീസിൽ പോകണം അല്ലേ? സോ ദാറ്റ് ഈസ് പോസ്റ്റ് ഓഫീസ്. ദെൻ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് അല്ലേ? Then when we want to travel by train, we go to a railway station. We book our tickets and board the train from the railway station. There are many people at the railway station. When we want to travel by train, if you are travel by train, നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ കയറാത്തവരുണ്ടോ? കയറിയവർ എത്ര പേരുണ്ട്? ട്രെയിനിൽ കയറിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ ട്രെയിൻ? ഇഷ്ടാണോ ട്രെയിനിൽ പോവാൻ? ഇഷ്ടാണ് അല്ലേ? കുറേ പേര് കയറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. ദെൻ ട്രെയിനിൽ നമ്മൾ പോയിട്ടുണ്ട്. എവിടുന്നാ ട്രെയിനിൽ കയറുക? ബസ് സ്റ്റാൻഡിൽ നിന്നാണോ? ആണോ? അല്ല, എവിടെ പോണം? നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോണം അല്ലേ?
റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം? ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ട്രെയിനിൽ കയറി പോകണം അല്ലേ? സോ വെൻ വി വാണ്ട് ടു ട്രാവൽ ബൈ ട്രെയിൻ വി ഗോ ടു എ റെയിൽവേ സ്റ്റേഷൻ. വി വാണ്ട് ടു ഗോ ബൈ എ ട്രെയിൻ. നമുക്കൊരു ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടെ പോകണം? റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ലേ? അവിടെയാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാറ്. ദെൻ വി ബുക്ക് അവർ ടിക്കറ്റ്സ് ആൻഡ് ബോർഡ് ദ ട്രെയിൻ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യും? ടിക്കറ്റ് ബുക്ക് ചെയ്യും. ദെൻ അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ഇപ്പോൾ പയ്യന്നൂർ പോയിട്ട് അവിടുന്ന് കണ്ണൂരേക്കാണ് നമുക്ക് പോകേണ്ടത് എന്ന് വിചാരിക്കുക. പയ്യന്നൂർ പോകുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകും അല്ലേ? അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? ടിക്കറ്റ് ബുക്ക് ചെയ്യും. ദെൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ കയറി പോകും. സോ വി ബുക്ക് അവർ ടിക്കറ്റ്സ് ആൻഡ് ബോർഡ് ദ ട്രെയിൻ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. There are many people at the railway station. റെയിൽവേ സ്റ്റേഷനിൽ എന്താണ്? ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നമ്മളെ പോലെ വന്ന ആളുകൾ ഉണ്ടാകും. അതുകൂടാതെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും അല്ലേ? നമ്മുടെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പോൾ ട്രെയിനിൽ കയറിയും റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടൊന്നും ഇല്ലാത്തവർ വളരെ കുറവാണല്ലേ? ദെൻ ഇതുവരെ കയറാത്തവർ എന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്ത് പറയാ പാരൻസിനോട്? ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അമ്മേ, അച്ഛാ, എനിക്കൊന്ന് ട്രെയിൻ കാണാൻ പോണം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാ? പയ്യന്നൂര് പോവുക. അവിടുന്ന് കണ്ണൂരൊക്കെ ടിക്കറ്റ് എടുത്ത് നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആവുന്ന സമയത്ത് അല്ലേ, കൊറോണ ഒക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാ? പയ്യന്നൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് കണ്ണൂർ പോവുക. അവിടെ നിന്നൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്യാ? തിരിച്ച് പയ്യന്നൂരേക്ക് വരിക അല്ലേ എന്ന് വിചാരിച്ച് ട്രെയിനിൽ കയറാത്തവരാരും ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. അവർക്ക് സമയം ഉണ്ടാവുമ്പോൾ ഒരു ദിവസം അവർ നിങ്ങളെ കൊണ്ടുപോകും അല്ലേ, ട്രെയിൻ കാണാൻ വേണ്ടി. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നാളെ തന്നെ പോകണം എന്ന് പറയരുത്. അവര് ഓക്കെ ആയിട്ട് അവർക്ക് ഫ്രീ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവര് പയ്യന്നൂർ പോയി നിങ്ങളൊക്കെ കൂട്ടി എന്താണ് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണിച്ച് ട്രെയിനിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വരും. ഓക്കെ. ദെൻ ബാങ്ക്. We keep money and other valuable things in a bank. These days, many neighborhoods have ATMs. We take out money from an ATM. Then we are going to study about the bank. നിങ്ങൾ എപ്പോഴെങ്കിലും ബാങ്കിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയിട്ടുണ്ട്. റയാൻ, റിച്ചാർഡ്, ആദ്യത്തെ പോയിട്ടില്ല അല്ലെ മോനെ? ദെൻ എത്ര പേര് പോയിട്ടുണ്ട്? വേറെ ആരും? ആരവ്, കുറെ പേര് പോയിട്ടുണ്ട്. യാൻ വിജേഷ്, ദീക്ഷിത്ത്. ദീക്ഷിത്ത് പോയിട്ടുണ്ടോ ബാങ്കില്? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ കുറെ പേരുണ്ട്. ഓക്കെ. നീയ, ദേവർഷ, നീലാഞ്ജന എല്ലാരും പോയിട്ടുണ്ട്. ജൽവ, ഫാത്തിമ. ഓക്കെ. ബാങ്കിൽ പോയിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും ബാങ്കിലൊക്കെ പോവാറുണ്ട്. ദെൻ ബാങ്കില് വി കീപ് മണി ആൻഡ് അതർ വാല്യുബിൾ തിങ്സ് ഇൻ എ ബാങ്ക്. നമ്മൾ ബാങ്കിൽ എന്താ ചെയ്യാ? നമ്മുടെ പണവും പിന്നെ മറ്റു വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ തിങ്സ്, എന്താണ്, ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുക? ബാങ്കിലാണ് അല്ലേ? നമ്മുടെ പണമൊക്കെ എന്താണ്, വീട്ടിൽ വെച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ പൈസയൊക്കെ വീട്ടിൽ വെച്ചാൽ ആര് കൊണ്ടുപോകും? രാത്രിയിൽ വന്നിട്ട് കള്ളം കൊണ്ടുപോകും അല്ലേ? സോ അതുകൊണ്ട് നമ്മള് നമ്മുടെ അടുത്തുള്ള പൈസയൊക്കെ എവിടെ വെക്കും? ബാങ്കിൽ വെക്കും അല്ലേ? നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ബാങ്കിൽ പൈസ വെക്കാൻ പോവാറുണ്ടോ? ഒരുപാട് പൈസ ഉണ്ടോ എല്ലാവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്? ഉണ്ടോ? ഉണ്ട് അല്ലേ? അത് വെക്കാൻ അവര് ബാങ്കിലാണ് പോവാറില്ലേ? ഹാദിയയുടെ അടുത്തില്ല. ഹാദിയ, കുറച്ച് പൈസയേ ഉള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്താണ്, നമ്മുടെ കുറച്ചായാലും കുറെ ആയാലും എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എല്ലാവരും എപ്പോഴും ബാങ്കിൽ പോവാറുണ്ട് അല്ലേ? പൈസ വെക്കാൻ പോവാറുണ്ട്, പൈസ എടുക്കാൻ പോവാറുണ്ട് അല്ലേ? സ്വർണം ലോക്കറിൽ സൂക്ഷിക്കാൻ പോവാറുണ്ട്. ദെൻ ഗോൾഡ് ലോൺ എടുക്കാൻ പോവാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ്, ബാങ്കിൽ പോവാറുണ്ട്. നിങ്ങൾക്കറിയില്ല, എന്നാലും നിങ്ങളുടെ അച്ഛനും അമ്മയും ബാങ്കുമായിട്ടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നവരായിരിക്കും. ദെൻ വി കീപ് മണി ആൻഡ് അതർ വാല്യുബിൾ തിങ്സ് ഇൻ എ ബാങ്ക്. നമ്മുടെ പൈസയും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണ് വെക്കാറ്? ബാങ്കിൽ കൊണ്ടുപോയി
വെക്കും നമ്മൾ അല്ലേ. ദെൻ നമ്മളെപ്പോഴും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയൊക്കെ എടുക്കണമെങ്കിൽ കൂടെ കൂടെ ബാങ്കിൽ നമ്മൾ പോകേണ്ടി വരും. ദെൻ ഇപ്പൊ അതുകൊണ്ട് എന്താണ്, എല്ലാ സ്ഥലത്തും എല്ലാ നൈബർഹുഡിലും എന്തുണ്ട്, ATM ഉണ്ട് അല്ലേ. എല്ലാ നൈബർഹുഡിലും ATM ഉണ്ടാകാറുണ്ട്. വി ടേക്ക് ഔട്ട് മണി ഫ്രം ആൻ ATM. ATM-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് ATM-ൽ നിന്ന് ടേക്ക് ഔട്ട് ചെയ്യാം അല്ലേ, എടുക്കാം അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എവിടെയാണോ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പൈസയൊക്കെ ATM വഴിയൊക്കെ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എല്ലാ സ്ഥലത്തും ATM ഉണ്ട്. ബാങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ട്, ദെൻ ATM കണ്ടിട്ടുണ്ടോ, ATM മെഷീൻ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ടോ? ATM-ൽ നിന്ന് പൈസ എടുക്കാൻ അറിയുന്ന എത്ര പേരുണ്ട്? പാരന്റ്സ് പോകുമ്പോ പൈസ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അയാൻ വിജേഷ് ഒക്കെ ഉണ്ടോ? ഗുഡ്. അപ്പോ ഇനി നിങ്ങളുടെ പാരന്റ്സ് എന്ത് ചെയ്യുക, ATM-ൽ നിന്നൊക്കെ പൈസയൊക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുമ്പോ എന്ത് ചെയ്യുക, നിങ്ങളും കൂടെ പോയി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കണല്ലേ. ഇനിയുള്ള സമയത്ത് എന്താണ്, ഇനിയുള്ള കാലത്ത് നമുക്ക് ഇതൊക്കെ എന്താണ് അങ്ങനെയാണ് എടുക്കാൻ വേണ്ടി പറ്റുക അല്ലെ. ATM ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പോഴേ തന്നെ പഠിച്ചു വെക്കുക ഇതൊക്കെ, എങ്ങനെയാണ് ATM-ൽ നിന്ന് പൈസ എടുക്കുക എന്നൊക്കെ അല്ലെ. നമ്മുടെ ഒക്കെ ചെറിയ കാലത്ത് എന്താണ് ATM ഒന്നും അങ്ങനെ ഇത്ര അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ എന്താണ് നമ്മളൊക്കെ പഠിച്ച് ഇപ്പോഴാണ് വരുന്നത്. നിങ്ങളൊക്കെ എന്താണ് ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്താണ് ജീവിക്കുന്നത്. സോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ നേരത്തെ തന്നെ ഇതൊക്കെ പഠിക്കും അല്ലേ. സോ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നോക്കുക, എങ്ങനെയാണ് ATM-ൽ നിന്നൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കുക. സോ ATM ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ നൈബർഹുഡിലൊക്കെ ATM എന്തായാലും വേണം അല്ലേ. ATM ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് മോനെ അയാൻ, എന്തെങ്കിലും ഉണ്ടോ അയാൻ? നോ. ഓക്കെ. ദെൻ എന്താണ്, ATM ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾ ഈ കാർഡ് എടുത്തിട്ടാണ് പോവുക. ദെൻ ATM-ൽ നിന്ന് ATM-ഉം ഇല്ല, ദെൻ ഉള്ള ATM-ൽ പണവും ഇല്ലെങ്കിൽ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ. കാർഡ് കൊടുത്താൽ എന്താണ് നമുക്ക് ക്യാഷ് കിട്ടണമല്ലേ ATM-ൽ നിന്ന്. സോ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പോൾ എന്ത് വേണം, ATM മെഷീൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം അല്ലേ. ഇല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ നൈബർഹുഡിലും മസ്റ്റ് ആയിട്ടും ATM ഇപ്പോൾ വേണം, ഉണ്ട് എന്ന് പറയുന്നത്. ദെൻ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ലേ? അതെന്താ പോവാത്തെ? ബാങ്കിലും പോയിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മാത്രം എന്താ പോവാത്തെ? അയാൻ പോയിട്ടുണ്ടോ? അയാൻ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് ഇത്ര ചെറിയ പ്രായത്തില്? എന്തിനാ പോയത്? എന്റെ മാമ പോലീസാണ്. ആണോ? അയാന്റെ മാമൻ പോലീസാണ്, അതുകൊണ്ട് അയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഗുഡ്. ദെൻ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ ആരുടെയെങ്കിലും മാമന്മാരോ അച്ഛനോ ഒക്കെ പോലീസിലുണ്ടോ? ഉണ്ടോ? ആരുടെ ഇല്ല? ഓക്കെ, ഇല്ല അല്ലേ. അമൃതയുടെ ഉണ്ടോ? അമൃത ആരാണ്? അമൃതയുടെ വല്യച്ഛനും പോലീസാണ് അല്ലേ. ഓക്കെ. ദെൻ എന്താണ്, അങ്ങനെ കുറച്ച് പേര് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ പോലീസ് സ്റ്റേഷനും നമ്മുടെ നൈബർഹുഡിൽ വേണം അല്ലേ. നമ്മുടെ നൈബർഹുഡിൽ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്? നമ്മുടെ നാട്ടിൽ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്? ആർക്കെങ്കിലും അറിയോ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് എന്ന്? ഓക്കെ, എവിടെയാണുള്ളത് മോളെ നീലാഞ്ജന? പെരിങ്ങോത്ത്. പെരിങ്ങോത്ത് ഉണ്ട് അല്ലേ. നമ്മുടെ നൈബർഹുഡിൽ പെരിങ്ങോത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ എവിടെയാണുള്ളത്? ചെറുപുഴ. ചെറുപുഴയിലും ഉണ്ട് അല്ലേ. ചെറുപുഴയും പെരിങ്ങോത്തും
രണ്ട് സ്ഥലത്ത് നമ്മുടെ നൈബർഹുഡിൽ നമ്മുടെ അടുത്ത പ്രദേശത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അല്ലേ. സോ പോലീസ് സ്റ്റേഷനും വളരെയധികം ആവശ്യമാണ് അല്ലേ നൈബർഹുഡിൽ. നമ്മുടെ സാധനങ്ങളൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാണാതായി, നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സിനെ കാണാതായി, ഇതൊക്കെ ആരാ കണ്ടുപിടിച്ച് തരിക? പോലീസുകാരാണ് അല്ലേ. സോ നമ്മുടെ നൈബർഹുഡിൽ എന്തായാലും എന്തു വേണം? പോലീസ് സ്റ്റേഷൻ വേണം. All neighborhoods have a police station is very must. നമ്മുടെ നൈബർഹുഡിൽ എന്തായാലും എന്ത് വേണം? പോലീസ് സ്റ്റേഷൻ നിർബന്ധമായിട്ടും വേണം. ആൻഡ് റോസ് ലിസൺ, ഇവിടെ ശ്രദ്ധിക്കേ. ഓക്കെ, then the policeman guard our neighborhood, we must help the police. എന്താണ് നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ എപ്പോഴും ഗാർഡ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? പോലീസുകാരാണ് അല്ലേ. ദെൻ വി മസ്റ്റ് ഹെൽപ്പ് ദ പോലീസ്. പോലീസുകാർ നമ്മളെ പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മൾ അവരുമായിട്ടും കോപ്പറേറ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ വേണം അല്ലേ. നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷൻ ഉണ്ടാവണം. പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ എന്താണ്? ഒരുപാട് കള്ളന്മാരൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ എപ്പോഴും ലോസ്റ്റ് ആയി പോവും. ആരെങ്കിലും തീവ്സ് ഒക്കെ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ദെൻ നമ്മുടെ നൈബർഹുഡിൽ എപ്പോഴും എന്തായാലും പോലീസ് സ്റ്റേഷൻ വേണം. ദെൻ വീട്ടിൽ നിന്ന് പാരൻസ് ഒന്നും പറയുന്നത് അനുസരിക്കാത്ത കുട്ടികളെ, ഹോംവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാത്ത കുട്ടികളെയും നന്നായിട്ട് പഠിക്കാത്ത കുട്ടികളൊക്കെ ആരാ കൊണ്ടുപോവുക? പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോവും ഇല്ലേ. അതറിയോ നിങ്ങൾക്ക്? അറിയോ? അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്നില്ല, അമ്മമാര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോ പോലീസ് കൊണ്ടുപോവാറ്. സോ നമ്മുടെ നൈബർഹുഡിൽ 2 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യണം അല്ലേ. ഓക്കെ, then all neighborhood have a police station. Then the policeman guard our neighborhood, we must help the police. എന്താണ് നമ്മുടെ എല്ലാവരുടെയും നൈബർഹുഡിൽ എന്ത് വേണം? പോലീസ് സ്റ്റേഷൻ നിർബന്ധമായിട്ടും വേണം. നമ്മുടെ നാടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലീസുകാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പെരിങ്ങോത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ചെറുപുഴയും പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പെരിങ്ങോത്ത് വഴി നിങ്ങൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് കാണാൻ വേണ്ടി പറ്റും അല്ലേ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ബസ്സിലും വണ്ടിയിലും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ പെരിങ്ങോത്തുള്ള പോലീസ് സ്റ്റേഷൻ? പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഫയർ സ്റ്റേഷൻ. ഫയർ സ്റ്റേഷൻ അല്ലേ. Then sometimes building catch fire. We then call the fire station. The firemen bring fire engines. They put out the fire. Fire station. Fire station കണ്ടിട്ടുണ്ടോ നിങ്ങള്? പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനും ബാങ്കും ഒക്കെ കണ്ടിട്ടുണ്ട്. ഫയർ സ്റ്റേഷൻ കണ്ടിട്ടില്ല അല്ലേ. ഫയർ സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഫയർ എഞ്ചിനും ഫയർമാനും ഉണ്ടാവും. അമൃത കണ്ടിട്ടുണ്ടോ മോളെ? പെരിങ്ങോത്തുണ്ട് ഫയർ സ്റ്റേഷൻ. പെരിങ്ങോത്തുണ്ട് അല്ലേ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പെരിങ്ങോത്ത് നമ്മുടെ പെരിങ്ങോ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ എന്തുണ്ട്? ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ പെരിങ്ങോ സ്കൂളിന് തൊട്ടടുത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. ദെൻ ഫയർ സ്റ്റേഷൻ ഒക്കെ കാണാത്തവർ എന്ത് ചെയ്യാ? എപ്പോഴെങ്കിലും ഒക്കെ പെരിങ്ങോത്തൊക്കെ പോകുമ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരിക ഫയർ സ്റ്റേഷനൊക്കെ. ഫയർ സ്റ്റേഷനിൽ ഫയർ എഞ്ചിൻ ഉണ്ടാവും, ഫയർമാനും ഉണ്ടാവും അല്ലേ. ഫയർ എഞ്ചിൻ എന്താണ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഫയർ എഞ്ചിൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ ബിയോണ? കണ്ടിട്ടുണ്ടോ മോളെ? ഉണ്ട് അല്ലേ. ഓക്കെ, ഹാദിയ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫയർ എഞ്ചിൻ എന്താണ്? ഇങ്ങനെ ഒരു മണിയും മുട്ടിക്കൊണ്ട് പോവാറുണ്ടല്ലേ. എവിടെയെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടായാല് ചിലപ്പോ ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ പോകുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഉണ്ടോ? എങ്ങനെയാണ് റിച്ചാർഡ് ഫയർ എഞ്ചിൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോവുക? ഫയർ എഞ്ചിന്റെ ശബ്ദം എങ്ങനെയാണ്? നിം 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 എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കാറുണ്ടല്ലേ നമ്മൾ ചില സമയത്ത്. അപ്പോ
നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറയല്ലേ, എവിടെയോ ഫയർ ഉണ്ടായിട്ടുണ്ട്, എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്, ഫയർ എഞ്ചിൻ പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറയാറില്ലേ? നല്ല റെഡ് കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെഹിക്കിൾ ആണല്ലേ ഫയർ എഞ്ചിൻ. സോ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ ആ ഫയർ കെടുത്താൻ വേണ്ടിയാണ് എന്ത് പോവാറ്? ഫയർ എഞ്ചിൻ പോവാറ് അല്ലേ? സംടൈംസ് ബിൽഡിംഗ് ക്യാച്ച് ഫയർ. ചില സമയത്ത് കെട്ടിടങ്ങളിലൊക്കെ തീ പിടിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില സമയത്ത് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ചില ബിൽഡിങ്ങുകളിലൊക്കെ ഫയർ ഉണ്ടാകാറുണ്ട്. ബിൽഡിങ്ങുകളിൽ മാത്രം, അതായത് നമ്മുടെ വീടുകളിലും സംഭവിക്കാറുണ്ട് അങ്ങനെ. വലിയ വലിയ ഷോപ്പിംഗ് മാളിലും ബിൽഡിങ്സിലും ദെൻ ഏതെങ്കിലും പ്ലേസസിലും ഒക്കെ എന്തുണ്ടാകാറുണ്ട്? ഫയർ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി ആണ് ആര് പോകുന്നത്? ഫയർ എഞ്ചിൻ പോകുന്നത്. അപ്പോൾ ഫയർ സ്റ്റേഷനിലാണ് ഫയർ എഞ്ചിനും ഫയർമാൻ. ഫയർമാൻ ആരാണ്? തീപിടുത്തം അണക്കാൻ വേണ്ടി ഫയർ എഞ്ചിന്റെ ഹെൽപ്പോട് കൂടി അതൊക്കെ ചെയ്യാൻ ആൾക്കാർ വേണം അല്ലേ? അല്ലാതെ ഫയർ എഞ്ചിൻ തനിയെ പോവോ? എന്നിട്ട് അവിടെ പോയി തനിയെ തീ അണയ്ക്കോ? ഇല്ലല്ലോ, ആളുകൾ ഹെൽപ്പ് ചെയ്യണം അല്ലേ? അങ്ങനെ തീ അണക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്? ഫയർമാൻ. സോ സംടൈംസ് ബിൽഡിംഗ് ക്യാച്ച് ഫയർ, വി ദെൻ കോൾ ദ ഫയർ സ്റ്റേഷൻ. എവിടെയെങ്കിലും തീ പിടിച്ചാലും നമ്മൾ അപ്പം തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഫയർ എഞ്ചിനും കൊണ്ട് ഫയർമാൻ വരും. എന്നിട്ട് നമ്മുടെ തീയൊക്കെ അണച്ച് നമ്മളെ തീപിടുത്തത്തിൽ നിന്നൊക്കെ സേവ് ചെയ്യും അല്ലേ? ഫയർ എഞ്ചിൻ. സോ we are discussing about the places around us. Places in our neighborhood are hospital, market, school, post office, railway station, bank, police station and fire station. These are the places around us. Then places near our house make our neighborhood. Let us revise എന്നുള്ളതാണ് പറയുന്നത്. Places near our house make our neighborhood. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ പ്രദേശങ്ങളിലുള്ള പ്ലേസസ് ഒക്കെ കൂടിയാണ് നമ്മുടെ നൈബർഹുഡ് എന്ന് പറയാം. We go to a hospital when we falling sick. We know that. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് നമുക്ക് അസുഖം വരുമ്പോഴാണ്. Then several shops together make a market. ഒരുപാട് ഷോപ്സ് കൂടിയാൽ എന്താകും? അതൊരു മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നു. We learn many things at the school. സ്കൂളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റീഡ്, റൈറ്റ്, ഡു സംസ് ആൻഡ് ഡ്രോ, ടു സിങ് ആൻഡ് ഡാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഒബേ, ലവ്, റെസ്പെക്ട് അതേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. Then we buy stamps, envelopes and postcard from where? എവിടെ നിന്നാണ് നമ്മൾ പോസ്റ്റ് കാർഡും എൻവലപ്പും ഒക്കെ വാങ്ങിക്കുന്നത്, സ്റ്റാമ്പും ഒക്കെ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? പോസ്റ്റ് ഓഫീസ്. ഓക്കെ. Then we go to a railway station when we want to travel by train. We want to travel by train to somewhere. We go to railway station and go by train. നമുക്ക് എവിടെയെങ്കിലും ട്രെയിനിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ട്രെയിനിൽ കയറി പോകും അല്ലേ? Then we keep our money and other valuable things in a bank. We always keep our money and other valuable things in a bank. We know that. Then the policemen guard our neighborhood. Policemen are guards our neighborhood and they protect us from thieves. Okay. Then a fire station sends fire engine when a building catches fire. When catches fire somewhere, the fire station sends fire engine and fireman to extinguish the fire. Okay. Then ഇതിന്റെ ആക്ടിവിറ്റീസ് ഉള്ളത് fill in the blanks and your homework is. ഇതൊക്കെ നിങ്ങളുടെ ഹോംവർക്ക് ആണ്. എന്താണ്? fill in the blanks, ടിക്ക് ചെയ്ത് വെച്ചോ. Then circle the correct word and see, color the boxes which are in your neighborhood. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നൈബർഹുഡിൽ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ട് അതിനെ കളർ ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ
അവിടെ ഒന്ന് കളർ ചെയ്യാം. ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ദെൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ കളർ ചെയ്യാം. പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് കളർ ചെയ്യാം. ദെൻ ഹോസ്പിറ്റൽ ഉണ്ടെന്നാണെങ്കിൽ ആ കോളം കളർ ചെയ്യാം. ഫ്രൂട്ട് ഷോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ബുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ആ കോളം കളർ ചെയ്യുക. അങ്ങനെ ഓരോന്നും നോക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് കളർ ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അറിയാലോ. വെൻ വി ഫോൾ സിക്ക് വി ഗോ ടു. അസുഖം ഉണ്ടാകുമ്പോൾ എവിടെയാണ് പോകുന്നത്? എവിടെയാണെന്ന് വെച്ചാൽ എഴുതുക. എവറി നൈബർഹുഡ് ഹാസ് മെനി. എന്താണ്? എല്ലാ നൈബർഹുഡിലും ഒരുപാട് എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നന്നായിട്ട് പോർഷൻ ഒന്ന് വായിച്ചു നോക്കണം അല്ലേ? 2-3 തവണ നിങ്ങളുടെ ചാപ്റ്റർ നന്നായി വായിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ സർക്കിൾ ദ കറക്റ്റ് വേർഡ്. അവിടെ കറക്റ്റ് വേർഡ് സർക്കിൾ ചെയ്യാണ് വേണ്ടത് അല്ലേ? ആരൊക്കെയാണ്? പോസ്റ്റ് കാർഡ് എന്നുള്ളതിന്റെ നേരെ ഫയർ സ്റ്റേഷൻ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് പോസ്റ്റ് കാർഡ് കിട്ടുന്നത്? ആ കോളമാണ് സർക്കിൾ ചെയ്യേണ്ടത്. ദെൻ നേഴ്സ്, ബാങ്ക്, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ. ഇതിൽ എവിടെയാണ് നേഴ്സ് ഉണ്ടാകുക? ബാങ്കിലാണെങ്കിൽ ബാങ്ക് എന്നുള്ളത് സർക്കിൾ ചെയ്യാം. അങ്ങനെ അത് ഓരോന്നും നോക്കിയിട്ട് ചെയ്യാം. ദെൻ ട്രൂ ഓർ ഫോൾസ്. നെക്സ്റ്റ് ലാസ്റ്റ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. പിന്നെ ഫൺ ടു ഡു എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ നല്ല ഇഷ്ടം ഉണ്ടാവും അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഹെൽപ്പ് താര റീച്ച് ദ പോസ്റ്റ് ഓഫീസ്. താരയ്ക്ക് എന്ത് ചെയ്യണം? പോസ്റ്റ് ഓഫീസിൽ എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹോംവർക്ക് ആയിട്ട് ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. അറിയുന്നതൊക്കെ ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് വാട്സപ്പിൽ തരും. സോ നമ്മുടെ ടൈം കഴിഞ്ഞു. ക്ലാസ് ഇപ്പോൾ കട്ടാവും. ഈ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ചെയ്യുക. കിട്ടാത്തതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് പറയാം. കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, ദെൻ let me wind up and see you in the next class. Okay, bye bye. Okay.